നെരുമട നെരുമട എന്ന് പറഞ്ഞപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും നെരുമടയിലേക്ക് പോവുകയാണ്. വീണ്ടും എന്നൊന്നും പറയാൻ പറ്റില്ല, പോയിട്ട് ഇപ്പോൾ കുറേ കാലമായി. എന്നാലും ഇപ്പം നമ്മൾ അടിയിൽ നിന്ന് പോകുമ്പോൾ തന്നെ എല്ലാവരും കുഴങ്ങി അവിടുത്തെ നമ്മൾ കയറണ്ടേ, നമുക്ക് പകുതി കയറിയിട്ട് നെരുമട കണ്ടു പോന്നാൽ മതിയോ, നെരുമട ഇവിടെ നോക്കി അവിടുത്തെ കാണും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഫുള്ള് കയറി, അടിപൊളിയായിരുന്നു. പോണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമ്മാനെ കുത്തിയൊരുക്കണമ്പോൾ മേമാനെ കുത്തിയൊരുക്കി, മേമ പോരുമെങ്കിൽ ഇമ്മയും പോരും. അങ്ങനെ ഞങ്ങൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. തീറ്റയാണല്ലോ നമ്മളെ മുഖ്യം, തീറ്റ വിട്ടിട്ടുള്ള കളിയില്ലല്ലോ. ചായയും കടിയൊക്കെ ഉണ്ടാക്കി. ഈ സൈഡിലാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കവാടമൊന്നുമല്ല, പുല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ കയറിപ്പോകണം. കുഞ്ഞു വഴിയാണ്, അതിൽ നമ്മളിങ്ങനെ കയറിപ്പോവുക. മേലെ വെച്ച് നമുക്കിങ്ങനെ വഴി കാണുന്നിടത്ത് ഇങ്ങനെ കയറിപ്പോവുക. അപ്പോൾ ഇങ്ങനെ പച്ച പുല്ലാകുമ്പോഴൊക്കെ കാണുമ്പോഴുള്ളൂ വന്നാലുള്ളൂ കാണുമ്പോൾ രസം ഉണ്ടാവുക. പുല്ല് ഉണങ്ങി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ മഴ പെയ്തിട്ട് പുല്ലൊക്കെ വന്ന് നല്ല അടിപൊളി, മാനൊക്കെ നല്ല ഇങ്ങനെ തെളിഞ്ഞ് പാറകളൊക്കെ നേരെ ഇങ്ങനെ കണ്ടിട്ട് പാറമൊക്കെ കയറാൻ ഇഷ്ടമുള്ളവർ ഇങ്ങോട്ട് വന്നോളിട്ടോ. ഇവിടെ അടുത്ത് പുഴയൊക്കെ ഉണ്ടാവുന്നു. പുഴയിൽ നിന്ന് ഒരു കനാലൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്, മേലെ കൂടെ എന്നൊക്കെ പറയുവാണെങ്കിൽ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വലിയ വിശാലമായ ഒരു പാറുണ്ട്. ഞങ്ങൾ കുറേ മുന്നൊക്കെ ഞങ്ങൾ ചെറുതാകുമ്പോഴൊക്കെ നെരുമട എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാട് കാണാൻ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടും. എന്നിട്ട് ഈ പാറമ്മ വന്നിരിക്കും. ഞങ്ങൾക്കറിയില്ലല്ലോ ഇപ്പം ഇത് മേലെ കയറാൻ പറ്റും, അവിടേക്കൊന്നും കയറാൻ പറ്റൂല, അങ്ങക്കൊന്നും കയറാൻ വയ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നൊക്കെ ഞങ്ങൾ ആകെ കുറച്ച് പ്രാവശ്യം ഇങ്ങോട്ടൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരുന്നൊരു പാറയാണിത്. കനാൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് മേലേക്ക് തന്നെ നോക്കുമ്പോൾ നല്ല രസമാട്ടോ. ഞങ്ങൾ വെയിലാറി വിചാരിച്ചിട്ട് കയറിയതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 5 മണി വരെ വെയിറ്റ് ചെയ്തത് തന്നെ. പക്ഷേ ഞങ്ങൾ കയറി വന്നപ്പോഴും വെയിലാറിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഇങ്ങനെ വെയിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ കയറുമ്പോൾ തന്നെ ഇറങ്ങാനാവില്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വെയിൽ കൊണ്ട് കയറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പകുതി എത്തിയപ്പോൾ അവിടെ തന്നെ നിന്നു. പിന്നെ പുല്ലൊക്കെ ആയപ്പോൾ പിന്നെ തണലായി കുറച്ചൊക്കെ. ആ മേലെ കാണുന്ന 2 ആൾ പോണത് ഇമ്മയും മേമയാണ്. ഞാനും കുഞ്ഞു ഫറു ഇവിടെ ഇടയ്ക്ക് വന്ന് സ്റ്റക്കായി. ഞാൻ കുറച്ച് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നപ്പോഴത്തേനും ഓലയിൻ്റെ ഇടയിൽ കൂടെ കയറി വേഗം പോയി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഓല ഞങ്ങൾ എത്തണ മുമ്പ് അവിടെ എത്തിയിട്ട് റെസ്റ്റ് ചെയ്യുന്നു. നെരുമടയാണ്, ആ മേലെ കാണുന്ന പാറയുടെ അവിടെയാണ് നെരുമട. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസത്തിലിങ്ങനെ കാണാം. ആകാശമൊക്കെ നല്ല തെളിഞ്ഞ്. ഇതാണ് നെരുമട. ഈ കാണുന്ന ബ്ലാക്ക് കളറൊക്കെ ഇതാണ് എന്താ പറയുക, കോട്ടരുമ എന്ന് തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. കോട്ടരുമയാണ് മൊത്തം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. ഇത്ര നേരം കയറി വന്ന ക്ഷീണമൊക്കെ അവിടെ നിന്നാൽ തന്നെ മാറും. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകാനൊക്കെ പറ്റും. നെരുമട എന്നൊക്കെ പറഞ്ഞാൽ ഗുഹ എന്നൊക്കെ പറയും. ഗുഹ എന്ന് മുന്നിൽ നിന്ന് കണ്ടാൽ തോന്നൂല. പക്ഷേ ഇതിൽ കൂടെ കയറിപ്പോയിട്ട് മേലക്കൊരു വഴിയുണ്ട്, മേലക്കൂടെ. അങ്ങനെ എൻ്റെ അപ്പൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കയറിപ്പോയിരുന്നു. ഇപ്പോഴൊക്കെ കൊള്ളുമെന്നാവോ, വയറൊക്കെ തടഞ്ഞിട്ട് കൊള്ളുമോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ റോഡുകളൊക്കെ കുഞ്ഞതായിട്ട് കാണാമല്ലേ. ശരിക്കും പറഞ്ഞാൽ അത്ര കുഞ്ഞു റോഡൊന്നുമല്ല. അതിൽക്കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഇതിപ്പോൾ നെരുമട സൈഡിലൊരു പാറമ ഞങ്ങൾ ഇരുന്നതാണ്. മേമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം കയറുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തിൽ കയറുകയൊക്കെ ചെയ്തു. പക്ഷേ പകുതി എത്തിയപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. വെയിലാവുകൊണ്ടാണ് ഓലൊക്കെ ഇവിടെ നിൽക്കുന്നത്. വെയിലൊന്ന് ആറട്ടെ വിചാരിച്ചിട്ട്. ഇവിടെ ചെറിയ തണലുണ്ടായിരുന്നു, മേലെ കയറിയ ഭയങ്കര വെയിൽ. അത് കണ്ടിട്ടാണ് ഓരൊക്കെ അവിടെ ഇരുന്നത്. പക്ഷേ ഞാൻ കയറുകയാണെന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് കയറിയത്. പകുതി എത്തിയപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം അവിടേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. മേഘങ്ങളൊക്കെ നമ്മളെ കയ്യിലിങ്ങനെ എടുക്കാൻ തോന്നും. ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ. ഈ നെരുമടയുടെ ഉണ്ടല്ലോ, ഒരു സൈഡിൽ കമ്പന്തൊടിയും ഒരു സൈഡിൽ മപ്പാട്ടരയാണ്. 2 സൈഡിൽ നിന്നും കയറാം. പക്ഷെ കാണാൻ വരുന്നവരൊക്കെ അധികം ഈ കമ്പന്തൊടി ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് കയറൽ. അപ്പുറത്തെ സൈഡ് മപ്പാട്ടരയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മാവണ്ടിപ്പാലവും മാരങ്ങ സ്കൂളൊക്കെ ഇങ്ങനെ കാണാം. പക്ഷേ ഇത് അടുത്തൊന്നുമല്ല, കുറച്ചൊക്കെ ദൂരം പോകണം. ദൂരമാവുകൊണ്ട് ഇങ്ങനെ കാണുന്നു തന്നെ ഉള്ളൂ. പിന്നെ നമ്മളെ മെയിൻ കലാപരിപാടിയിലേക്ക് ഞങ്ങൾ കടന്നു. ഞങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുനിൽക്കുന്നത്, ചായ, പരിപ്പുവട മാത്രമല്ല, മേമയുടെ സ്പെഷ്യൽ നെയ്യപ്പം. പരിപ്പുവട എൻ്റെ അമ്മ ഉണ്ടാക്കി, നെയ്യപ്പം മേമ ഉണ്ടാക്കി. രണ്ടും കൂടി ഒന്നിൽ പൊന്നിക്കണം. ഒരു ഫ്ലാസ്കിൽ ചായ, കുപ്പിയിൽ വെള്ളം. ഞാൻ വലിയ ആളായിട്ട് ഒരു പ്രാവശ്യം ചായ ഞാൻ പാർന്നിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിച്ചത്. അപ്പോൾ തണുത്തക്കല്ല, പാകത്തിന് കുടിക്കാനൊക്കെ ചൂടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് ഒഴിച്ചപ്പോൾ തന്നെ കുടിച്ചു. ഓർമ്മയില്ല, അതെൻ്റെ നാവ് പൊള്ളി. ഇപ്പോഴും എൻ്റെ നാവ് ടേസ്റ്റ് വന്നിട്ടില്ല. എനിക്കിന്നൊന്ന് ഫുഡ് കഴിക്കുമ്പോഴൊന്നും ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തം ചടപ്പായി. പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ആയിക്കോടെ വെയിലൊക്കെ ആറിയപ്പോൾ തന്നെ ഞങ്ങൾ ആയിക്കോടെ അങ്ങനെ നടന്ന് കുറേ നടക്കാണ്ട്. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, നമ്മൾ കണ്ടക്ടർമാരൊക്കെ പറയണ പോലെ കുറേ സ്ഥലമുണ്ട്. ഞങ്ങൾ ആയിക്കോടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ അമ്മയും മേമൊക്കെ അവിടെ ഇരിക്കുന്നു. പിന്നെ ഇനി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുഞ്ഞുവിനാണെങ്കിൽ ദഫ് ഉണ്ടായിരുന്നു മഗ്‌രിബിക്ക്. ഇപ്പോൾ നബിദിനൊക്കെ ആവാറായില്ല, ഇപ്പോൾ ദഫ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മഗ്‌രിബ് ആകുമ്പോഴത്തേനും കുടിയിലെത്തണം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ 6:30 ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. 6:45 ആയപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു. വേഗം എത്തി, കയറണ അത്ര പണിയില്ലല്ലോ ഇറങ്ങാൻ. അങ്ങനെ ഇമ്മ ഇപ്പോൾ ഇത് ചെങ്ങണം പുല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ വിളിച്ചതാണ്. പക്ഷേ
വേറൊന്ന് പറിക്കാൻ വേണ്ടി വന്നതാണ്. ചെങ്ങണമ്പുല്ല ഇല്ലായിരുന്നു. ഞങ്ങൾ കയറിയ വഴിക്കൂടെ അല്ല, ഏതോ ഒരു വഴിക്കൂടെയാണ് ഈ ഇറങ്ങി വരുന്നത്. പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഏതോ ഒരു വേർമ്മ മറ്റേ ചിറകൊക്കെ വരച്ച് കണ്ടു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കൂലേ, ആണെങ്കിൽ അവിടെ പോയി ഫോട്ടോ എടുക്കാം. പക്ഷേ ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ ആകെ ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നപ്പോഴത്തേനും കുറേ വണ്ടി ആയിക്കോണു. പക്ഷേ ഞായറാഴ്ചത്തെ അത്ര തിരക്കൊന്നുമില്ല. പിന്നെ കാര്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. റോട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ബാക്കിലെല്ലാം തിരിഞ്ഞു നോക്കിയത്. ഇമ്മയും മേമയൊക്കെ എവിടെയോ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ വേഗം പോന്നു. പിന്നെ ഇപ്പം എന്താ, ഓക്കെ ബായ്.